വെള്ളത്തെ ആശ്രയിക്കുന്നവരാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും. ഖുൽ പറയുക, അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ, അവർ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ അത് വറ്റിപ്പോയാൽ, വെള്ളം കിട്ടാതായാൽ, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ആരാണ് നിങ്ങൾക്ക് വെള്ളം നൽകുക? അള്ളാന്റെ ചോദ്യമാണ്. മഴ കിട്ടിയില്ല, ആര് വെള്ളം കൊണ്ടുവന്ന് തരും? വെള്ളം വറ്റിപ്പോയാൽ, കുടിക്കുന്ന വെള്ളം ഇല്ലാതായാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം നൽകുക? ഇന്ന് മനുഷ്യരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾ ദൈവങ്ങളുണ്ട്. വെള്ളം കിട്ടിയില്ലെങ്കിലോ തൊണ്ട വരണ്ടുപോകും, തൊണ്ട വരണ്ടുപോകും, കുറച്ചു കഴിഞ്ഞാൽ ചത്തുപോകും. എത്രയോ എത്രയോ ജനങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാന്മാർ, എന്താണ് അവരുടെ അവസ്ഥ? അവർക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ അവർ മരിച്ചുപോകും, അവർ പ്രയാസത്തിലാകും. വെള്ളം ശക്തമായി പെയ്തിറങ്ങിയാലോ ആ ഒലിച്ചു വരുന്ന വെള്ളത്തിൽ തകർന്നടിയുന്ന ആ വെള്ളത്തിന്റെ കൂടെ ഒഴുകിപ്പോരുന്ന വിഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? വെള്ളത്തിൽ താഴ്ന്നു നിൽക്കുന്ന, വെള്ളത്തിന്റെ അടിയിൽ പോയി കിടക്കുന്ന ജാറങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? വെള്ളം കിട്ടാതായാൽ മരിച്ചു പോകുന്ന മനുഷ്യരോടാണോ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്? വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന വിഗ്രഹങ്ങളോടാണോ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്? മഴയൊന്ന് നിർത്താതെ പെയ്താൽ വെള്ളത്തിനടിയിലേക്ക് പോകുന്ന ജാറങ്ങളോടാണോ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്? വെള്ളമില്ലാതായാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, തൊണ്ട വറ്റി മരണപ്പെട്ടു പോകുന്ന ഏതെങ്കിലും മനുഷ്യന്മാരോടാണോ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്? അതല്ല, ആ മഴ വർഷിപ്പിക്കുന്ന ഇലാഹായ വലിയായ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന അള്ളാഹുവിനോടാണോ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്? ആ റബ്ബിലേക്ക് മാത്രം നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്.